കൂടുതൽ സ്ത്രീകളും ചോദിക്കാറുള്ളതാണ്, എന്താ ഡോക്ടർ എന്റെ മുഖത്ത് പെട്ടെന്ന് ഒരു ഡിസ്കളറേഷൻ വന്നു, ഇതിനു മുന്നേ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ. ഇതാണ് മെലാസ്മ അല്ലെങ്കിൽ കരിമംഗൽ എന്ന് പറഞ്ഞാല്. എന്ന് വെച്ചാൽ നമ്മളെ ബോഡിയിൽ പിഗ്മെന്റേഷൻ തരുന്നത് മെലാനിൻ ആണ്. ഈ മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലാണ് മെലനോസൈറ്റ്. ഈ സെല്ലിൽ എന്തെങ്കിലും ഡാമേജ് വരുമ്പോൾ അത് ഹൈപ്പറായിട്ട് മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയാണ് ഈ ബോഡിയിൽ പിഗ്മെന്റേഷൻ ഉണ്ടാവുന്നത്. പിഗ്മെന്റേഷൻ കൂടുതലും കാണാറുള്ളത് ഫേസിലും ചീക്കിലും ഫോർഹെഡ് അതുപോലെ തന്നെ അപ്പർ ലിപ്പ് എന്നിവയിലാണ് കൂടുതൽ കാണാറ്. റയർ ആയിട്ട് കൈകളിലും കാണാറുണ്ട്. ഈ ഒരു ഏരിയയിൽ മെലാനിന്റെ പ്രൊഡക്ഷൻ കൂടും. അതുപോലെ തന്നെ ഇതിനെ കൂടുതൽ ട്രിഗർ ചെയ്യുന്ന ഫാക്ടറാണ് ഹോർമോൺ ഇംബാലൻസ്. നമ്മളെ ബോഡിയിലെ ഹോർമോൺസ് ആയിട്ട് ഈസ്ട്രജൻ, പ്രൊജസ്റ്റൻ, ടെസ്റ്റോസ്റ്റിറോൺ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൽ എന്തെങ്കിലും ഇംബാലൻസ് വരുമ്പോൾ ഹൈപ്പർ പിഗ്മെന്റേഷൻ കാണാറുണ്ട്. പ്രഗ്നൻസി, മെനോപോസ്, ഇനി ഹോർമോണൽ പിൽസ് എടുക്കുന്ന ആൾക്കാരിൽ ഇത് കാണാറുണ്ട്. അതുപോലെ തന്നെ ഇത് ജനറ്റിക് ആയിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ സൺ എക്സ്പോഷർ, കൂടുതൽ വെയിൽ കൊള്ളുന്ന, സൺ പ്രൊട്ടക്ഷൻ ഇല്ലാതെ വെയിൽ കൊള്ളുന്നവർക്ക് ഇത് കൂടുതൽ കാണാറുണ്ട്. അവരിൽ ഫോട്ടോ ഡാമേജ് ഉണ്ടാക്കും. എന്ന് വെച്ചാൽ ഒരുപാട് വെയില് പ്രൊട്ടക്ഷൻ ഇല്ലാതെ കൊണ്ടാല് ആ ഒരു സെല്ലിന് ഡാമേജ് വരും. എന്നാൽ മെലനോസൈറ്റ് എന്ന സെല്ലിന് ഡാമേജ് വരുമ്പോൾ അതിന്റെ ആക്ടിവിറ്റി എന്ത് ചെയ്യും? ഹൈപ്പർ ആക്ടിവിറ്റി ആവും. അപ്പൊ കൂടുതൽ എന്ത് ചെയ്യും? മെലാനിൻ കണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് പിഗ്മെന്റേഷൻ അവരിൽ കൂടുതൽ കാണാറുള്ളത്. അതുപോലെ തന്നെ ലോങ് ടേം ആയിട്ട് സ്റ്റിറോയിഡ്സ് എടുക്കുന്ന ആൾക്കാർ, ഒരുപാട് കാലം സ്റ്റിറോയിഡ്സ് എടുക്കുന്നത്, വാദത്തിന് ആയിട്ട് സ്റ്റിറോയിഡ്സ് എടുക്കുന്നവരുണ്ടാവും, അലർജിക് ആയിട്ട് സ്റ്റിറോയിഡ്സ് എടുക്കുന്നവരുണ്ടാവും, അവരിലൊക്കെ ഇത് കാണാറുണ്ട്. അതുപോലെ തന്നെ വൈറ്റനിങ് ഏജന്റ്, വൈറ്റനിങ് ക്രീം, കൂടുതൽ അത് യൂത്തിലാണ് കാണാറ്. അവര് ഈ വൈറ്റനിങ് ക്രീം എടുത്തതിന് ശേഷം വൈറ്റിഷ് കളർ ഉണ്ടാവും. അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞാല് അവിടെ എന്ത് ചെയ്യും? ആ സെല്ല് ഡാമേജ് ഉണ്ടാക്കിയിട്ട് അത് ഓവറായിട്ട് മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതൊരു ഹൈപ്പർ പിഗ്മെന്റേഷൻ ആയിട്ട് മാറാറുണ്ട്. അതുപോലെ തന്നെ ലിവർ ഫംഗ്ഷനിൽ ഓൾട്ടറേഷൻ വരുന്ന ആൾക്കാരിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ കാണാറുണ്ട്. ഒരുപാട് കാലമായിട്ട് ഇൻഡൈജക്ഷന്റെ പ്രശ്നം, കോൺസ്റ്റിപ്പേഷൻ അങ്ങനെയൊക്കെ വരുന്ന ആൾക്കാരിൽ. അതുപോലെ തന്നെ ഹെയർ ഡൈസ് യൂസ് ചെയ്യുന്നവര് ഡൈസ് നമ്മളെ സ്കിന്നിലായാലും അത് അബ്സോർബ് ചെയ്യും. അവിടെ ഹൈപ്പർ പിഗ്മെന്റേഷൻ വരും. ചികിത്സാ രീതിയിലേക്ക് വരികയാണെങ്കിൽ അത് എക്സ്റ്റേണലും ഇന്റേണലും നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കണം. എന്നാൽ എക്സ്റ്റേണലി സണ്ണിൽ നിന്ന് പ്രൊട്ടക്ഷൻ കൊടുക്കുക, അതായത് സൺസ്ക്രീൻ യൂസ് ചെയ്യുക. ഇനി നല്ല വെയിലത്ത് ഇറങ്ങുകയാണെങ്കിൽ അതിനുള്ള പ്രൊട്ടക്ഷൻ ഒക്കെ യൂസ് ചെയ്തിട്ട് ഇറങ്ങാം. അതുപോലെ തന്നെ ഇന്റേണലി ആണെങ്കിൽ അതിന്റെ കോസിനെ ഫസ്റ്റ് ട്രീറ്റ് ചെയ്യുക. എന്നാൽ ഹോർമോൺ ഇംബാലൻസ് ആണെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യുക. ഇനി ഓൾട്ടറേഷനോ ലിവർ ഫംഗ്ഷൻ ആണെങ്കിൽ ലിവർ ഫംഗ്ഷനെ ഫസ്റ്റ് കറക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റ് ആയി നിൽക്കുക. വൈറ്റമിൻ സി റിച്ച് ഉള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഒരുപാട് എടുക്കാൻ നോക്കുക. കെമിക്കൽ ഫോർമുലേഷനുള്ള സ്കിൻ പ്രൊഡക്റ്റ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ വൈറ്റനിങ് ഏജന്റ്, ഡൈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏജന്റ്, വൈറ്റനിങ് ക്രീംസ് ഒക്കെ മാക്സിമം യൂസേജ് കുറക്കുക. യുനാനിയില് ഈ ഹൈപ്പർ പിഗ്മെന്റേഷൻ കുറയ്ക്കാനുള്ള ഒരുപാട് മെഡിസിൻസ് ഉണ്ട്. അതിനുവേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.